ഹലോ ഡിയേഴ്സ്, വി വാണ്ട് സക്സസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായും ലളിതമായുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യൂട്യൂബിൽ നിരവധി വീഡിയോകൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ പല ആളുകൾക്കും അത്തരം വീഡിയോകളൊന്നും കണ്ടിട്ടും ശരിയായ രീതിയിൽ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണമെന്നില്ല. അതിൽ നിന്നും വ്യത്യസ്തമായി 3 വീഡിയോ ആയിട്ടാണ് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബ് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, പ്രായമായവർക്ക് വരെ റൂബിക്സ് ക്യൂബ് വളരെ ലളിതമായി സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം റൂബിക്സ് ക്യൂബിനെ ഒന്ന് പരിചയപ്പെടാം. റൂബിക്സ് ക്യൂബിന് 6 വശങ്ങളാണുള്ളത്. നാം സോൾവ് ചെയ്യാൻ വേണ്ടി പിടിക്കുമ്പോൾ മുകൾ ഭാഗം മധ്യത്തിൽ മഞ്ഞ വരുന്ന രൂപത്തിലായിരിക്കണം. മുകൾ ഭാഗം മഞ്ഞയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗം മഞ്ഞയാണ് വരേണ്ടത്. കാരണം മധ്യത്തിലുള്ള കീ ഏതാണോ ആ കളറായിരിക്കും ആ ഭാഗം മുഴുവൻ. ഇപ്പം ഇവിടെ ചുവപ്പാണെങ്കിൽ ഈ ഭാഗം ചുവപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നീലയാണെങ്കിൽ ഈ ഭാഗം നീലയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഈ ഭാഗം ഓറഞ്ച് ആയിരിക്കും. അതുപോലെ വൈറ്റ് സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് വൈറ്റ് ആയിരിക്കും. മധ്യത്തിലുള്ള കീ ഒരിക്കലും മാറുന്നില്ല. നാം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മുകൾ ഭാഗം മഞ്ഞ അല്ലാതെ, അതായത് മധ്യത്തിലുള്ള കീ മഞ്ഞ അല്ലാതെ ഒരിക്കലും വരരുത്. കാരണം മഞ്ഞ വെച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ രീതി. മാറി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും മുകൾ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മഞ്ഞ മുകളിലേക്ക് പിടിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തുടർന്നിരിക്കണം. അപ്പം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കീ ലെയർ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് കറക്കുമ്പോൾ ഇത് റൈറ്റാണ്, അതായത് റൈറ്റ്. ഇതിനെ തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ റൈറ്റ് ഡാഷ് എന്ന് പറയും. അതുപോലെ ഇങ്ങനെ കറക്കണത് അപ്പ്, തിരിച്ചിങ്ങോട്ടാണെങ്കിൽ അപ്പ് ഡാഷ്. അതുപോലെ ഇങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ്, തിരിച്ചിങ്ങോട്ടാണെങ്കിൽ ലെഫ്റ്റ് ഡാഷ്. അതുപോലെ ഫ്രണ്ട് ഇങ്ങനെ കറക്കുന്നത് ഫ്രണ്ട്, ഇങ്ങോട്ടാണെങ്കിൽ ഫ്രണ്ട് ഡാഷ് എന്ന് പറയും. അതുപോലെ ബാക്ക് ഭാഗം ഇങ്ങനെ കറക്കുന്നത് ബാക്ക് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് തുടങ്ങാം. റൂബിക്സ് ക്യൂബ് ശരിയാക്കാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ താഴെയുള്ള ലെയറുകളാണ് നാം ശരിയാക്കുന്നത്, കളറുകൾ തുല്യമാക്കുന്നത്. അതിന് തന്നെ ഈ താഴെ ഭാഗമാണ് ആദ്യം റെഡിയാക്കേണ്ടത്. ഈ ഭാഗം റെഡിയാക്കി കഴിഞ്ഞാൽ ഈ ഭാഗവും കളറുകൾ റെഡിയായിരിക്കണം. അപ്പോൾ നമുക്ക് താഴെയുള്ള വൈറ്റ് ഭാഗം ശരിയാക്കണമെങ്കിൽ ആദ്യം മുകളിൽ ഈ മഞ്ഞക്ക് ചുറ്റും ക്രോസായിട്ട് വൈറ്റ് കൊണ്ടുവരിക എന്നാണ് ചെയ്യേണ്ടത്. ഇവിടെ വൈറ്റ് കൊണ്ടുവരിക, ഇവിടെയും 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 വൈറ്റ് കൊണ്ടുവരികയാണ് ആദ്യം നാം ചെയ്യേണ്ടത്. ഇവിടെ വൈറ്റ് കൊണ്ടുവന്നാലേ നമുക്കതിനെ ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ആദ്യം ഇവിടെ വൈറ്റിനെ കൊണ്ടുവരണം. ഇവിടെ വൈറ്റിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ യുക്തം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഈ 4 ഭാഗങ്ങളിൽ വൈറ്റിനെ എത്തിക്കാം. ഞാനൊന്ന് നോക്കാം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഇതിനെ ഞാൻ നേരെ ഇങ്ങനെ തിരിച്ചു. അപ്പം ഇവിടെ മുകളിൽ വൈറ്റായി. ഇനി വൈറ്റ് ഉള്ളത്
ഒരു കാര്യം ശ്രദ്ധിക്കണം, എവിടെയാണെങ്കിലും സെൻറ്ററിലുള്ള കീ വൈറ്റ് ഉണ്ടെങ്കിലേ ഇങ്ങോട്ടും ഇങ്ങോട്ടും വൈറ്റിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ കോണിലുള്ള കീ വൈറ്റ് ആണെങ്കിൽ അത് നമുക്ക് ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ഞാൻ വെച്ചു. ഇനി ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വൈറ്റിനെ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ ആക്കി ഇതാ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമുക്ക് ഇവിടെ വൈറ്റായി, ഇവിടെയും വൈറ്റായി. ഇനി നമുക്ക് പ്ലസ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെയും വൈറ്റിനെ കൊണ്ടുവരണം. പിന്നെ എവിടെ വൈറ്റ് ഉള്ളത്? ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം. ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് ഇങ്ങനെ പിടിച്ചു. ഇപ്പം വൈറ്റ് 3 സൈഡിലെത്തി അല്ലേ? ഇവിടെ എത്തി. ഇനി നമുക്ക് വൈറ്റ് വേണ്ടത് ഇവിടെയാണ്. അപ്പോൾ വൈറ്റ് എവിടെയാണ് ഇനിയുള്ളത് നോക്കാം. മധ്യത്തിലുള്ള വൈറ്റ് ഉണ്ടെങ്കിലേ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിനെ നമുക്ക് ഇവിടെയാണ് എത്തിക്കേണ്ടത്. ഈ സെൻറ്ററിലുള്ള വൈറ്റിനെ ഇവിടെയാണ് നമുക്ക് എത്തിക്കേണ്ടത്. അതിന് നാം ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചു, ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട്. ഇപ്പം മുകൾ ഭാഗം മുഴുവൻ നമുക്കൊരു വൈറ്റ് കൊണ്ടുള്ള ഒരു പ്ലസ് കിട്ടി. ഇവിടെ ഒരു വൈറ്റ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് അഡീഷണലായിട്ട് കിട്ടിയതാണ്. ഇത് കിട്ടണമെന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ്, എന്നാൽ സെൻറ്ററിൽ മഞ്ഞയും. ഇനി നമുക്ക് ഈ വൈറ്റിനെ താഴേക്ക് എത്തിക്കണം. കാരണം ഈ താഴെയുള്ള ലെയറാണ് നാം ആദ്യമായി ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. അപ്പം ചെയ്യേണ്ടത് പ്ലസ് ആയി കഴിഞ്ഞു, അതായത് സെൻറ്ററിൽ മഞ്ഞയും ക്രോസിൽ വൈറ്റുമുള്ളൊരു പ്ലസ് മുകൾ ഭാഗത്ത് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ വൈറ്റുള്ള കീയുടെ മറ്റ് ഭാഗത്തെ കളറ് നോക്കുക. ഇവിടെ വൈറ്റ്, ഈ ഭാഗം കളറ് ഓറഞ്ച്. ഇതിനെ നമ്മൾ സെൻറ്ററിലെ ഓറഞ്ചുമായി ബന്ധിപ്പിക്കുക. ഇവിടെ ഓറഞ്ച് ആയതുകൊണ്ട് ഓറഞ്ചുമായി ബന്ധിപ്പിക്കുക. ഇവിടെ നീലയാണെങ്കിൽ നീലയുമായി ബന്ധിപ്പിക്കണം. വൈറ്റുള്ള കീയുടെ മറ്റേ ഭാഗം, അടുത്ത ഭാഗം, ഇത് ഓറഞ്ച്, നമുക്ക് ഓറഞ്ചുമായി ബന്ധിപ്പിക്കാം. തിരിച്ചു നോക്കുക. ഇവിടെ ഓറഞ്ചുണ്ട്, ഓറഞ്ചുമായി ബന്ധിപ്പിച്ചു. ഓറഞ്ചുമായി ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റിനെ താഴേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. താഴേക്ക് എത്തിക്കാൻ 2 തവണ തിരിക്കുക അല്ലേ? നമുക്കറിയാം, ഇതിനെ ഇവിടെയുള്ള വൈറ്റിനെ 2 തവണ തിരിച്ചാൽ അത് താഴേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പം അത് താഴേക്ക് എത്തി. ഇനി ഇവിടെ വൈറ്റ് ഉള്ളത് ഈ വൈറ്റിൻ്റെ കളർ ഏതാണ്? സൈഡ് കളറ് ഗ്രീനാണ്, പച്ചയാണ്. അപ്പോൾ ഇവിടെ പച്ചയുള്ള കീയുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പച്ച എവിടെയാണോ പച്ചയുള്ള കീയുമായി മാച്ച് ചെയ്യിപ്പിക്കുക. പച്ചയുള്ള കീയുമായി നാം മാച്ച് ചെയ്യിപ്പിച്ചു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വൈറ്റിനെ താഴേക്ക് എത്തിക്കാണ് വേണ്ടത്. അപ്പോൾ 2 തവണ തിരിക്കുക. തിരിച്ചു. ഇനി ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ബ്ലൂ ആണ്. അപ്പം മധ്യത്തിൽ ബ്ലൂ ഉള്ള കളറുമായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിക്കണം. നാം മാച്ച് ചെയ്യിപ്പിച്ചു. ഇതിനെയും നാം താഴേക്ക് 2 തവണ തിരിക്കുന്നു. തിരിച്ചു, അതായത് താഴേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് തിരിക്കുന്നത്. ഇനി നമുക്ക് നാം ഉണ്ടാക്കിയ പ്ലസ്സിൽ ഒരു കളർ കൂടെ ഉണ്ട്, ഇവിടെ വൈറ്റ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് റെഡാണ്. ഓൾറെഡി ഈ റെഡ് തമ്മിൽ മാച്ചായി കിടക്കുന്നുണ്ട്. ചിലപ്പോൾ മാച്ചായി കിടക്കണമെന്നില്ല. മാച്ചായി കിടക്കുന്നില്ലെങ്കിൽ നാം മാച്ച് ചെയ്യിപ്പിക്കണം. പക്ഷേ ഇവിടെ മാച്ചാണ്. അതുകൊണ്ട് ഇതിനെ നേരെ താഴേക്ക് നേരത്തെ ചെയ്ത പോലെ 2 തവണ. ഇപ്പം നമുക്ക് താഴെ ഭാഗത്തേക്ക് ഒന്ന് നോക്കൂ. വൈറ്റ് കൊണ്ടുള്ളൊരു പ്ലസ് കിട്ടി. നമ്മളൊരു ചെറിയൊരു കടന്നു എന്ന് പറയാം. വൈറ്റ് കൊണ്ടുള്ളൊരു പ്ലസ്. മുകളിൽ വൈറ്റ് ആയിരുന്നു, പക്ഷേ മധ്യത്തിൽ
മഞ്ഞയായിരുന്നു, പക്ഷേ ഇവിടെ വൈറ്റ് കൊണ്ടുള്ള ഒരു പ്ലസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റി. ഇനി നമുക്ക് ഈ 4 കളറ് 1 2 3 4 ഈ 4 കളറും നമുക്ക് വൈറ്റ് ആക്കണം. നാം പിടിക്കുന്നത് ഇങ്ങനെയാണ്, മുകളിലേക്കാണ് മഞ്ഞ, ഇങ്ങനെയാണ് നാം പിടിക്കുന്നത്. പിടിക്കുമ്പം വശങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മുകൾ ഭാഗം മഞ്ഞ തന്നെ വരണം. ഇങ്ങനെയൊന്നും പിടിക്കരുത്, മഞ്ഞ തന്നെ വരണം. ഇനി നമുക്ക് ഈ വൈറ്റ് കിടക്കുന്നത് ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്, ഒന്ന് മുകളിലാണ്. ഈ 3 വൈറ്റിനെയാണ് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കേണ്ടത്. ഒരു വൈറ്റും കൂടെ ഉണ്ട്, ഇതാ ഇവിടെയും വൈറ്റ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് താഴേക്ക് എത്തിക്കണം. അപ്പം അതിന് നാം ചെയ്യേണ്ടത് വൈറ്റിനെ ആദ്യം മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ വൈറ്റിനെ എല്ലാം മുകളിലെ ലെയറിലേക്ക് എത്തിച്ചാൽ നേരെ താഴേക്ക് നമുക്ക് പൂർണ്ണമായി ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് വൈറ്റ് കളറ് ഒന്നെങ്കിൽ നമ്മുടെ മുകളിലെ ലെയറിലെ വലത് സൈഡിലേക്ക് മുഖമായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഇടത് സൈഡിലേക്ക് മുഖമായിട്ടിരിക്കണം. അങ്ങനെ ഇരുന്നാലേ ഇതിനെ നമുക്ക് പെട്ടെന്ന് താഴേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഒരു കീ കിട്ടിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് കിട്ടാത്തത് കൊണ്ട് നാം ചെയ്യേണ്ടത് ഈ വൈറ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റിനെ ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ ഇപ്പുറം സൈഡിലേക്ക് മുഖമായിട്ട് വരുത്തണം. അതിന് നാം ചെയ്യേണ്ടത് നേരെ റൈറ്റ് അപ്പ് ടു റൈറ്റ് ഡാഷ്. ഇപ്പം നോക്കൂ, വൈറ്റ്, ഒരു വൈറ്റ് ഇവിടെ സൈഡിലുണ്ട്, ഒരു വൈറ്റ് ഇവിടെ സൈഡിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ വലത് സൈഡ് അല്ലെങ്കിൽ ഇടത് സൈഡിലായിട്ട് റൈറ്റ് ഉണ്ട് അല്ലേ, വൈറ്റ് ഉണ്ട്. ഈ വൈറ്റ് വലത് സൈഡിലുണ്ട്, ഈ വൈറ്റും ഇങ്ങനെ പിടിക്കുമ്പോൾ വലത് സൈഡിലുണ്ട്. നമുക്കിങ്ങനെ തിരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി ഈ 2 വൈറ്റിനെ താഴേക്ക് എത്തിക്കാം. താഴേക്ക് എത്തിക്കണമെങ്കിൽ ഈ വൈറ്റിനെ, ഇവിടുത്തെ വൈറ്റ്, ഈ വൈറ്റിനെ ഇതിനെ ഇപ്പുറം സൈഡിലുള്ള കളർ ഏതാണെന്ന് നോക്കുക, ചുവപ്പാണ്. ഈ ചുവപ്പിനെ നമ്മൾ ചുവപ്പുമായിട്ട് ക്രോസിൽ യോജിപ്പിക്കുക. ഇങ്ങനെ മാച്ച് ചെയ്യിപ്പിക്കണം. ഇവിടെ വൈറ്റാണ്, ഇവിടെ ചുവപ്പാണ്. അപ്പോൾ ഈ ചുവപ്പ് കളറാണെങ്കിൽ ഇവിടെ ചുവപ്പുള്ള സ്ഥലമായിട്ട് ഇങ്ങനെ മാച്ച് ആക്കിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നോക്കുക, ഇതാ ഇങ്ങനെ കൊണ്ടുവന്നു. ഇങ്ങനെ മാച്ചായി കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ടത് ഇതിനെ താഴേക്ക് കൊണ്ടുവരാണ്. ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഇവിടെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് താഴേക്ക് എത്തിയേക്കണമെങ്കിൽ ഇങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. റൈറ്റ് അപ്പ് റൈറ്റ് ഡാഷ്. അപ്പം ചുവപ്പ് നോക്കൂ, ഇവിടെ എത്തി, നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വൈറ്റ് ഉള്ളത്, ഇവിടെ വൈറ്റ് ഉണ്ട് അല്ലേ, ഈ വൈറ്റിനെ താഴേക്ക് എത്തിക്കണം. അതിന് ഇവിടെ ബ്ലൂ ആണ്. ഈ ബ്ലൂ നമുക്ക് ഇവിടെ മാച്ചായി കിടക്കുന്നുണ്ട്. മാച്ചായിട്ടില്ലെങ്കിൽ നിങ്ങൾ മാച്ചാക്കണം. ഇത് മാച്ചായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആയതിനാൽ ഇതിനെയും വലത് സൈഡിലാണ് വൈറ്റ് നിൽക്കുന്നത്, വലത് സൈഡാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് അപ്പ് റൈറ്റ് ഡാഷ്, അതിനെയും നാം താഴേക്ക് എത്തിച്ചു. അപ്പം നമുക്ക് ഇനി 2 വൈറ്റും കൂടെ വരാനുള്ളൂ. ബാക്കിയെല്ലാം വൈറ്റ് ആയിട്ടുണ്ട്. ഇനി എവിടെയാണ് വൈറ്റ് കിടക്കുന്നത്? ഇതാ മുകളിൽ. ഞാൻ നേരത്തെ പറഞ്ഞു മുകളിലേക്കാണ് വൈറ്റിൻ്റെ മുഖമെങ്കിൽ അതിന് താഴേക്ക് എത്തിക്കാൻ നമുക്ക് ഒറ്റയടിക്ക് സാധിക്കണമെന്നില്ല. അപ്പം മുകളിലേക്ക് വശമുള്ളതിനെ, മുഖമായിട്ടുള്ള വൈറ്റിനെ സൈഡിലേക്കാക്കി നാം മാറ്റണം. അതിന് നാം നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ചെയ്യണം. റൈറ്റ് അപ്പ് ടു റൈറ്റ് ഡാഷ്. ഇതാ ഇപ്പം സൈഡിലേക്കായി. എന്നിട്ട് നമ്മൾ കളറ്
മാച്ചാക്കാണ് വേണ്ടത്. ഇത് മാച്ചാണ്, ഓറഞ്ചും ഓറഞ്ചും മാച്ചായി കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. റൈറ്റ് അപ്പ് റൈറ്റ് ഡാഷ്. ഇപ്പം നമുക്ക് നേരത്തെയുള്ള കീ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടാവും, എങ്കിലും നമുക്കിത് എത്തിക്കാൻ പറ്റും. ഇനി ഇവിടെ വൈറ്റ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഗ്രീനാണ്, ഇത് തമ്മിൽ മാച്ചാണ്. ഇത് മാച്ച് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ കളറിനെ ഇവിടുത്തെ കളറുമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി മാച്ച് ആക്കണം. ഇത് ഓൾറെഡി മാച്ചാണ്. അപ്പം ഇതിനെയും വലത് സൈഡിലാണ്, വലത് സൈഡിലായതുകൊണ്ട് ഇതിനെയും നമുക്ക് റൈറ്റ് അപ്പ് റൈറ്റ് ഡാഷ് എത്തിക്കാം. ഇപ്പം നോക്കൂ, 1 2 3 4 5 6 7 8. ഇനി നമുക്ക് ഒരു കീ മാത്രമേ വൈറ്റ് കിട്ടാനുള്ളൂ. ആ വൈറ്റ് എവിടെയാണ് കിടക്കുന്നത്? ഇതാ ഇടത് സൈഡിലാണ് കിടക്കുന്നത് അല്ലേ? ഇടത് സൈഡിലാണ് കിടക്കുന്നത്. നേരത്തെ ഉള്ളതെല്ലാം വലത് സൈഡിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ റൈറ്റ് അപ്പ് റൈറ്റ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു, അങ്ങനെ താഴേക്ക് എത്തി. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പം നാം ചെയ്യേണ്ടത് ലെഫ്റ്റ് ഡാഷ്, അതായത് ലെഫ്റ്റിനെ നാം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തിരിക്കേണ്ടത്. ഇതാ ഇങ്ങനെ ലെഫ്റ്റ് ഡാഷ്. ഇനി അപ്പ് ഡാഷ്, അപ്പിനെയും മുകളിലുള്ളതിനെയും ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പ് ഡാഷ് ലെഫ്റ്റ് ഡാഷ് അപ്പ് ഡാഷ് ലെഫ്റ്റ്. ഇപ്പം നമുക്കെന്തായി? നമ്മുടെ ക്യൂബിൻ്റെ ഏറ്റവും താഴെയുള്ള ലെയർ ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ നീലയാണ് ഈ സൈഡിൽ വരേണ്ടത്. നമുക്കിവിടെ നീല കിട്ടി. അതേപോലെ തന്നെ ഇവിടെ ചുവപ്പാണ്, നമുക്കിവിടെ ചുവപ്പ് കിട്ടി. ഇവിടെ ഗ്രീനാണ് വരേണ്ടത്, നമുക്കിവിടെ ഗ്രീനും കിട്ടി. ഇവിടെ ഓറഞ്ചാണ് വരേണ്ടത് അല്ലേ? ഈ സൈഡ് സെൻറ്ററിലെ കീ ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ വരേണ്ടത് ഓറഞ്ചാണ്, നമുക്കിവിടെ ഓറഞ്ച് കിട്ടി. ഏറ്റവും താഴെ വൈറ്റ് ആണ്, നമുക്കിവിടെ മുഴുവൻ വൈറ്റ് കിട്ടി. അപ്പം നമ്മുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനുള്ള ആദ്യത്തെ ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. എല്ലാവരും പരിശ്രമിക്കുക, വിജയിച്ചിരിക്കും.